നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കാലടി പ്ലാന്റേഷനിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്ക്. ആളൂർ വല്ലക്കുന്നച്ചിറയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മേലൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ വിവരശേഖരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ക്ലിക്ക് അറ്റ് മേലൂർ GIS മാപ്പിംഗ് പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ പെൻഷൻ പരിഷ്കരണ നടപടി പ്രഖ്യാപിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സ്വന്തം മാതാവിനെ കത്തികൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. കാലടി പ്ലാന്റേഷനിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്ക്. അയ്യമ്പുഴ സ്വദേശി കോഷ്നായ് വീട്ടിൽ 50 വയസ്സുള്ള പ്രസാദിനെ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 7:30 കല്ലാല എസ്റ്റേറ്റ് E ഡിവിഷൻ 13-ാം ബ്ലോക്കിലാണ് സംഭവം. സ്ത്രീ തൊഴിലാളികൾ കാട് വെട്ടുന്നതിനായി ഇറങ്ങിയ കശുമാവിൻ തോട്ടത്തിൽ നിലയുറപ്പിച്ച ആനയെ തുരത്തുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത്. ആനയെ ഓടിക്കുന്നതിനിടയിൽ പിന്നിൽ നിന്ന് വന്ന മറ്റൊരു ആന പ്രസാദിനെ തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞു. നിലവിളി കേട്ടെത്തിയ മറ്റു തൊഴിലാളികളാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. ആക്രമണത്തിൽ ഇയാളുടെ വാരിയെല്ലുകൾ തകർന്ന നിലയിലാണ്. കാലത്തെ വന്ന് മസ്റ്റ് പറഞ്ഞ് അപ്പോൾ കശ്മാവിൽ കാടുവെട്ടാണ്. കശ്മാവിൽ കാടുവെട്ട് ലേഡീസാണ് കശ്മാവിൽ. അപ്പോൾ ലേഡീസിനെ വിടുന്നതിന് മുമ്പ് കശ്മാവിലേക്ക് ആളുകളെ ആനയെ ഓടിക്കാനായിട്ട് ആളെ വിടാറുണ്ട്. കോർപ്പറേഷൻ തന്നെ ആളുകളെ ഒന്ന് കവർ ചെയ്യാനായിട്ട് വിടാറുണ്ട്. അങ്ങനെ പോയതാണ് ഞങ്ങൾ. പോയപ്പോൾ ആന ഒരു 3-4 ആന ഉണ്ടായി. അപ്പോൾ ആന ഞങ്ങൾ ഓടിച്ച് സാധാരണ അങ്ങനെ ഗുണ്ടൊക്കെ പിടിച്ച് ഓടിക്കാറാണ്. അപ്പോൾ അങ്ങനെ ഒച്ചയുണ്ടാക്കി ഓടിക്കുന്ന സമയത്ത് ആന പെട്ടെന്ന് തിരിയാണ് ചെയ്തത്. ആന തിരിച്ച് ഓടിച്ചു. ഇയാളെ ആന എടുത്ത് കൊമ്പിനെറിഞ്ഞ് എറിയാണ് ചെയ്തത്. കശ്മാവിലേക്ക് എറിഞ്ഞ്. ആളൂർ വല്ലക്കുന്നച്ചിറയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂർ സ്വദേശി കോക്കാട്ട് വീട്ടിൽ 51 വയസ്സുള്ള കോളിൻസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മുതിർന്ന CPIM നേതാവും ആളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന പോൾ കോക്കാട്ടിന്റെയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കാതറിൻ പോളിന്റെയും മകനാണ് കോളിൻസ്. കഴിഞ്ഞ ദിവസം രാത്രി പെട്രോൾ അടിക്കുന്നതിനായി ഇരുചക്രവാഹനവുമായി വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് പറയുന്നു. രാത്രി ഏറെയായിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്ന് ആളൂർ പോലീസ് വിവരമറിയിക്കുകയും പോലീസ് ഇദ്ദേഹത്തെ അന്വേഷിച്ചു വരികയുമായിരുന്നു. രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ചിറയിൽ നിന്ന് ഇരുചക്രവാഹനവും കണ്ടെത്തിയിട്ടുണ്ട്. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ വിവരശേഖരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ക്ലിക്ക് അറ്റ് മേലൂർ GIS മാപ്പിംഗ് പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ആദ്യഘട്ടമായ ഡ്രോൺ സർവേയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ നിർവഹിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത അധ്യക്ഷത വഹിച്ചു. മേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ സ്വാഗതം ആശംസിച്ചു. സതി ബാബു, PP പരമേശ്വരൻ, വിക്ടോറിയ ഡേവിസ് തുടങ്ങിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. നൂതന സാങ്കേതിക വിദ്യകളായ ഡ്രോൺ, DGPS, GPS, പ്രത്യേകം രൂപപ്പെടുത്തിയ മൊബൈൽ ആപ്ലിക്കേഷൻ തുടങ്ങിയവയുടെ സഹായത്തോടെ പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ പൊതു സ്വകാര്യ ആസ്തികളും അവയുടെ അടിസ്ഥാന വിവരങ്ങളോടെ മാപ്പ് ചെയ്യുകയും അവ വിശകലന സൌകര്യത്തോടുകൂടിയ വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക വഴി ആവശ്യമായ വിവരങ്ങൾ ആവശ്യമുള്ള രീതിയിൽ ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും വിരൽത്തുമ്പിൽ എത്തിക്കുകയുമാണ് പദ്ധതി വഴി ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്കറിയാം OFCക്ക് വേണ്ടി കളിക്കുന്ന ഒരു കളിക്കാരനാണ്. ഒപ്പം തന്നെ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ MPSAയുടെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്നു വന്ന ഒരു കുട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏറെ അഭിമാനകരമായ ഒരു താരമാണ് ക്രിസ്റ്റി. ക്രിസ്റ്റിയുടെ എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും ക്രിസ്റ്റിക്കും നമ്മുടെ എന്താ പറയുക കളിയിൽ മികച്ച വിജയങ്ങൾ നേടി
ഇന്ത്യൻ താരമായി തിളങ്ങാനായിട്ട് അവസരം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ കൃത്യമായി ആശംസിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ലതേച്ചിക്ക് നമ്മുടെ MP രാധാകൃഷ്ണന്റെ അമ്മ മരിച്ചെടുത്ത സംസ്ഥാന ബജറ്റിൽ പെൻഷൻ പരിഷ്കരണ നടപടി പ്രഖ്യാപിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ചാലക്കുടി സബ് ട്രഷറിക്ക് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MC പോളച്ചൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PK ഏലിയാസ്, നേതാക്കളായ ജോസ് കുര്യൻ, ജോർജ് C, ലൂയിസ് മേലേപ്പുറം, PC പൌലോസ്, PK വർഗീസ്, ലോനപ്പൻ വെണ്ണാട്ടുപറമ്പിൽ എന്നിവർ സംസാരിച്ചു. ക്ഷാമാശ്വാസമാണ് പെൻഷൻകാർക്ക് ഇന്ന് ലഭിക്കാനുള്ളത്. പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കാണാം, കേരളത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിൽ ഉള്ള ഉദ്യോഗസ്ഥരായ IAS, IPS ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി അതാത് കാലത്ത് കുടിശ്ശികയടക്കം നായർ സർവീസ് സൊസൈറ്റിയുടെ മേഖലാതല ജന്മനക്ഷത്ര കാണിക്ക സമർപ്പണം ചാലക്കുടി കരയോഗ മന്ദിരത്തിൽ തലപ്പള്ളി താലൂക്ക് NSS യൂണിയൻ സെക്രട്ടറി S. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഭരണസമിതി അംഗം PR അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കുഴൂർ, അന്നമനട, കൊരട്ടി, ചാലക്കുടി, കോടാലി, കൊടകര എന്നീ മേഖലകളിലെ വിവിധ കരയോഗങ്ങളുടെ പ്രതിനിധികൾ ജന്മനക്ഷത്ര കാണിക്ക സമർപ്പിച്ചു. യൂണിയൻ സെക്രട്ടറി S. കൃഷ്ണകുമാർ സ്വാഗതവും യൂണിയൻ ഭരണസമിതി അംഗം സുനിൽ K. മേനോൻ നന്ദിയും അറിയിച്ചു. പ്രതിനിധി സഭാംഗം CB രാജൻ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ R. ബാലകൃഷ്ണൻ, K. രാജഗോപാലൻ, രവി കണ്ണൂർ, PS മിനി, സ്മിത ജയകുമാർ എന്നിവർ സംസാരിച്ചു. നായർ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഓരോ സമുദായ അംഗവും തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ജന്മദിനം മനസ്സിൽ സങ്കല്പിച്ച് NSSന് നൽകുന്ന പണമാണ് ജന്മനക്ഷത്ര കാണിക്ക. സ്വന്തം മാതാവിനെ കത്തികൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി അഴിവേലിക്കകത്ത് വീട്ടിൽ 26 വയസ്സുള്ള മുഹമ്മദിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ അരുൺ BK നേതൃത്വത്തിൽ പിടികൂടിയത്. അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലി ചെയ്തിരുന്ന മുഹമ്മദ് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നത് വാപ്പയും ഉമ്മയും തടഞ്ഞതിലുള്ള വിരോധത്താൽ ഉമ്മ സീനത്തിനെ വീട്ടിലെ അടുക്കളയിൽ വെച്ച് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയും പിടിച്ചുമാറ്റാൻ ശ്രമിച്ച അയൽവാസിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് പിടികൂടിയത്. SIമാരായ സെബി MV, തോമസ് CM, ബാബു TV എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂർ മോത്തിമഹൽ ഹാളിൽ വെച്ച് നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മൂഴിക്കൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറിമാരായ ഷോബി മല്ലപ്പള്ളി, രഞ്ജിത്ത് ഗുരുവായൂർ, മേഖലാ പ്രസിഡന്റുമാരായ രാധാകൃഷ്ണൻ കൊരവൻകുഴി, രമേശ് പുന്നയൂർക്കുളം, അംഗങ്ങളായ ഫിലിപ്പ് മുളങ്കുന്നത്തുകാവ്, K. പോൾ, ജോൺസൺ മുളങ്കുന്നത്തുകാവ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. ജില്ലാ പ്രസിഡന്റായി ഗോപി ചക്കുന്നത്തിനെ വീണ്ടും തിരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി രഞ്ജിത്ത് ഗുരുവായൂർ, രാജീവ് മല്ലപ്പള്ളി, ജോയിന്റ് സെക്രട്ടറിമാരായി ഫൈസൽ ചാലക്കുടി, ഷോബി ഇരിങ്ങാലക്കുട, ഫിലിപ്പ് അത്താണി, ട്രഷററായി പ്രമോദ് തൃശൂർ എന്നിവരടങ്ങിയ 15-അംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. വറീദ് ചിറ്റിലപ്പള്ളിയെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ജില്ലാ കമ്മിറ്റി നോമിനേറ്റ് ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7,980 രൂപ, പവന് 63,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി.
പ്രധാന വാർത്തകൾ വീണ്ടും. കാലടി പ്ലാന്റേഷനിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ തൊഴിലാളിക്ക് പരിക്ക്. ആളൂർ വല്ലക്കുന്നച്ചിറയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മേലൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഡിജിറ്റൽ വിവരശേഖരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ക്ലിക്കറ്റ് മേലൂർ GIS മാപ്പിംഗ് പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ബജറ്റിൽ പെൻഷൻ പരിഷ്കരണ നടപടി പ്രഖ്യാപിക്കാത്ത സർക്കാർ നടപടിക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. സ്വന്തം മാതാവിനെ കത്തികൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.